തിരുരക്തം കൊണ്ട് കാലത്തെ വിഭജിച്ച പുണ്യവാനായ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണെന്ന്. ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും സാന്ദ്രവും ഭക്തിനിർഭരവുമായ ഈസ്റ്റർ ആശംസകൾ. സ്നേഹം ഒരിക്കലും മരിക്കുന്നില്ല, ജീവിതം അവസാനിക്കുന്നുമില്ല. പെരുന്നാൾ ദിവസം, ലൈലത്തുൽ ഖാദിർ ദിവസം, 1000 വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിൽ സാക്ഷാൽ പൊന്നു തിരുമേനി വന്ന് ഭക്തജനങ്ങളെ തൊടുന്ന ദിവസം, നോയമ്പെടുത്തവരെ തൊടുന്ന ദിവസം, അതാണ് ലൈലത്തുൽ ഖാദിർ. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നിയമസഭയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിനെ പ്രതിനിധീകരിക്കുന്ന പി ബാലചന്ദ്രൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും അങ്ങേയറ്റം മ്ലേച്ഛമായും വികൃതമായും ചിത്രീകരിക്കുന്ന പോസ്റ്റിൻ്റെ ഉള്ളടക്കം ഞാനിവിടെ വായിക്കുന്നില്ല. സ്വബോധവും സംസ്കാരവുമുള്ള ഒരാൾക്കും ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഹൈന്ദവ ആരാധനാമൂർത്തികളെ അവഹേളിക്കുക വഴി ഭൂരിപക്ഷ സമുദായത്തിലെ വിശ്വാസികളെയാണ് ഈ MLA വെല്ലുവിളിച്ചിരിക്കുന്നത്. ബാലചന്ദ്രൻ പോസ്റ്റ് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും CPI അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ചെയ്തെങ്കിലും അയാൾ തൊടുത്തുവിട്ട മതനിന്ദയുടെ കൂരമ്പുകൾ സ്വാഭിമാനിയായ ഓരോ ഹിന്ദുവിൻ്റെയും നെഞ്ചിലാണ് ചെന്ന് തറച്ചിരിക്കുന്നത്. ബാലചന്ദ്രനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് ഇതിനകം ഒരു പരാതി കൊടുത്തിട്ടും ഉണ്ട്. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു, ഹിന്ദുവിനോട് എന്തുമാവാമെന്നു. ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു, BJP വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്ക, സംവാദകൻ ശ്രീജിത്ത് പണിക്ക എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ RV ബാബുവിൽ നിന്ന് ആരംഭിക്കാം ഇന്നത്തെ സംവാദം. ശ്രീ RV ബാബു, പോസ്റ്റ് പിൻവലിച്ച് ഖേദപ്രകടനം നടത്തിയതുകൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രശ്നമാണോ ഇത്? അങ്ങനെ നമുക്ക് ഇതിനെ ചുരുക്കി കാണാനാവുമോ? ഒരിക്കലുമില്ല. ഈ ഒരു പോസ്റ്റ് പിൻവലിച്ചിട്ട് തനിക്ക് തെറ്റുപറ്റിയതാണ്, ഖേദം പ്രകടിപ്പിക്കുന്നു, താൻ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന ഒരു ഒഴുക്കൻ മട്ടിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കമൻറ്റ് ബോക്സും പൂട്ടി അങ്ങ് വീട്ടിലിരിക്കാം, സ്വസ്ഥമായിട്ട് കഴിയാം എന്നാണ് അദ്ദേഹം കരുതുന്നതെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി. അദ്ദേഹം ഈ പോസ്റ്റ് ഇടുമ്പോൾ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ നേരത്തെ അനിൽ നമ്പ്യാർ ഇൻട്രോയിൽ പറഞ്ഞപ്പോൾ സ്വബോധമുള്ള ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല അനിൽ നമ്പ്യാരെ, അദ്ദേഹം സ്വബോധത്തോടുകൂടി ചെയ്ത കാര്യം തന്നെയാണ്. ഈ സാധാരണ നമ്മൾ പറയില്ലേ, കണ്ടാൽ കളി, കണ്ടില്ലെങ്കിൽ കാര്യം. ഇത് കണ്ടില്ലെങ്കിൽ ഈ പോസ്റ്റിങ്ങിനെ ആരും ശ്രദ്ധിക്കുന്നില്ല, അത് വിവാദമാവുന്നില്ല, അതല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അത് തൻ്റെ അഭിപ്രായം തന്നെയാണല്ലോ. ഇത് വിവാദമായതുകൊണ്ടും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ വന്നതുകൊണ്ടും മാത്രമാണല്ലോ MLA ഇത് പിൻവലിച്ചത്. അദ്ദേഹത്തിന് ആ പറഞ്ഞ കാര്യങ്ങളുടെ ആശയങ്ങളോട്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ അത് ഒരിക്കലും തെറ്റായിട്ടോ അത് താൻ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള കുറ്റബോധത്തിന്റെ അടിസ്ഥാനത്തിലാണോ അത് പിൻവലിച്ചത്? ഒരിക്കലുമാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു കുറ്റബോധമോ താൻ ചെയ്തത് അങ്ങേയറ്റം തെറ്റായിപ്പോയി എന്നുള്ള നിലയ്ക്കോ അല്ല അദ്ദേഹത്തിന്റെ പിൻവലിക്കൽ. മറിച്ച് തൃശ്ശൂരിൽ അതൊരു ഹിന്ദു ഭൂരിപക്ഷ നിയോജകമണ്ഡലമാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ വന്ന് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഓളം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ഹിന്ദു ഒരു തിരിച്ചടി ഭയന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടാകുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ട് ആകണം യഥാർത്ഥത്തിൽ ഈ ഒരു പിന്മാറ്റം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലപാടിലോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ കേവലം ഒരു മാപ്പ് പറച്ചില്ല അല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത് കൊണ്ട് അദ്ദേഹം എല്ലാം കോംപ്ലിമെന്റ്സ് ആയി എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് അങ്ങനെ കോംപ്ലിമെന്റ്സ് ആക്കാൻ പറ്റില്ല. ഈ കാര്യത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആ MLA എന്നുള്ള സ്ഥാനത്ത് ഇരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് CPI എന്ന പ്രസ്ഥാനം ബാലചന്ദ്രനെ നിർബന്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ആ നിലയ്ക്ക് അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ, ഇവിടുത്തെ ഹിന്ദു സമൂഹം പഴയ ഹിന്ദു സമൂഹമാണെന്നുള്ള ധാരണ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടെങ്കിൽ തെറ്റി. ഇന്ന് നമ്മൾ കണ്ടു, ഈ കഴിഞ്ഞ പ്രാണപ്രതിഷ്ഠ ആ സമയത്തൊക്കെ ഹിന്ദു സമൂഹത്തിന്റെ ഏതെല്ലാം കോണുകളിൽ നിന്ന് ഏതെല്ലാം വിഭാഗങ്ങൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ
ആയിരക്കണക്കിന് 10,000-കണക്കിന് സ്ഥലങ്ങളിൽ ഈ പറയുന്ന തരത്തിൽ പ്രാണപ്രതിഷ്ഠ കാണാൻ ജനങ്ങൾ ഒത്തുകൂടി, ഒരാളുടെയും ആഹ്വാനം ഇല്ലാതെ തന്നെ ഒത്തുകൂടിയ ആൾക്കാരാണ്. ഹിന്ദു സമൂഹം ഇന്ന് പ്രതികരിക്കാൻ കരുത്തുള്ള സമൂഹം തന്നെയാണ്. അപ്പോൾ അവരോട് മറുപടി പറയേണ്ടി വരും ഈ പറയുന്ന MLA-ക്ക്, ബാലചന്ദ്രന്. അദ്ദേഹം ഒരു MLA ആണ്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ CPI-ക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ CPI-ക്ക് ഈ MLA എന്നുള്ള നിലയ്ക്ക് ഈ ബാലചന്ദ്രനെ ഒരു നിമിഷം ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് ഹിന്ദു സമൂഹത്തോട്, ഹിന്ദുക്കളോട് തീർത്താൽ തീരാത്ത പകയാണ്. അവരുടെ വിരോധം എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഹിന്ദു വിരോധം എന്ന് പറഞ്ഞാൽ അസ്ഥിക്ക് പിടിച്ച വിരോധമാണ്. അവരുടെ രക്തത്തിലും മാംസത്തിലും ഒക്കെ അലിഞ്ഞു ചേർന്നിട്ടുള്ളത് ഹിന്ദു വിരോധമാണ്. നമുക്കത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം മുതലുള്ള കാലഘട്ടം നിങ്ങൾ പരിശോധിച്ചോളൂ. അവരുടെ എഴുത്തുകൾ, അവരുടെ കലാ പരിപാടികൾ, അത് സാഹിത്യം എന്നുള്ള നിലയ്ക്കാവട്ടെ, കവിത എന്നുള്ള നിലയ്ക്കാവട്ടെ, നാടകം എന്ന നിലയ്ക്കാകട്ടെ, നമുക്ക് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അതെല്ലാം ഹിന്ദുക്കളുടെ വിശ്വാസത്തെ, ഹിന്ദുക്കളുടെ അവരുടെ ആചാരങ്ങളെ, അവരുടെ അനുഷ്ഠാനങ്ങളെ, അവരുടെ ക്ഷേത്രങ്ങളെ, അവരുടെ ഗ്രന്ഥങ്ങളെ, സാഹിത്യങ്ങളെ ഒക്കെ വിമർശിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതപര്യന്തമുള്ള അവരുടെ സാഹിത്യ മണ്ഡലം, അവരുടെ കലാ സാംസ്കാരിക മണ്ഡലം ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് ഹിന്ദുക്കളെ ദ്രോഹിക്കാനാണ്, ഹിന്ദു സമൂഹത്തെ ദ്രോഹിക്കാനാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബാലചന്ദ്രന്റെ ഈ പ്രസ്താവന തികച്ചും ആകസ്മികമായി ഉണ്ടായതാണ്, പൊടുന്നനെ ഉണ്ടായതാണ്, ബോധമില്ലാതെ കഞ്ചാവ് അടിച്ചിരുന്ന സമയത്ത് ഉണ്ടായതാണ് എന്നൊന്നും നമുക്ക് കരുതാൻ സാധ്യമല്ല. കഞ്ചാവ് അടിക്കുമോ, അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കഞ്ചാവ് സ്വബോധമുള്ള ആരും ഇങ്ങനെ ഒരു പോസ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു. ഇദ്ദേഹത്തിൻ്റെ CPI സുഹൃത്തുക്കൾ തന്നെയാണ് പറഞ്ഞത് ഇദ്ദേഹം അമിതമായി മദ്യപിക്കും, ഒരുപക്ഷെ അതിൻ്റെ പുറത്ത് ഇട്ടതായിരിക്കാമെന്ന് അവർ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് സ്വബോധമുള്ള ഒരാളും ഇങ്ങനെയുള്ള ഒരു പോസ്റ്റിലില്ല എന്ന് പറഞ്ഞത്. അല്ല, ഈ മദ്യപിക്കുമ്പോഴും ഉള്ളിൽ കിടക്കുന്നതാണ് പുറത്തു വരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബോധമുള്ളപ്പോഴാണെങ്കിലും ബോധമില്ലാത്തപ്പോഴാണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉള്ളിൽ, അയാളുടെ ബോധത്തിലും അബോധാവസ്ഥയിലും ഒക്കെ അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്നത്, അത് ഏത് ജാഗ്രതയിലും സുഷുപ്തിയിലായാലും ജാഗ്രതാവസ്ഥയിലായാലും ഹിന്ദു വിരുദ്ധത മാത്രമേ പുറത്തു വരൂ. അത് അവരുടെ രക്തത്തിലും മാംസത്തിലും ചിന്തയിലും ഒക്കെ അലിഞ്ഞു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇപ്പൊ നമ്മൾ നോക്കൂ, ഇപ്പോ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും സമയത്ത്, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഹിന്ദുക്കളോട് ഒരു അനുതാപം പ്രകടിപ്പിച്ച ഒരു സംഭവം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും സമയത്ത് ഒരു സഹതാപം? അവർ 921 മാപ്പിള ലഹളയുടെ കാര്യം പറയുമ്പോൾ അവിടെ ഇപ്പോൾ ഇവരുടെയൊക്കെ വിരോധം, ഇവർ പറയുന്നത് എന്താ? ഞങ്ങൾ ഹിന്ദുയിസത്തിന്, ഞങ്ങൾ ഹിന്ദു ധർമ്മത്തിന് അല്ലെങ്കിൽ ഹിന്ദുയിസത്തിന് ഞങ്ങൾ എതിരല്ല, ഞങ്ങൾ ഹിന്ദുത്വക്കെയാണ് എതിര്. ഹിന്ദുത്വ എന്ന് പറയുമ്പോൾ ഹിന്ദുത്വ പൊളിറ്റിക്സ് അതാണല്ലോ, അതിനാണ് ഞങ്ങളെതിര്. ഞങ്ങൾ ഹിന്ദുയിസത്തിനെതിരല്ല, ഞങ്ങൾ ഹിന്ദുക്കൾക്കെതിരല്ല. 921 അനിൽ നമ്പ്യാരെ 921 ആക്രമിക്കപ്പെട്ടത് RSSകാരായിരുന്നോ? ഹിന്ദുത്വ പൊളിറ്റിക്സ് ആയിരുന്നോ? സർവ്വസാധാരണ ഹിന്ദുക്കളായിരുന്നില്ലേ? പട്ടികജാതിക്കാര്, പിന്നോക്ക ഹിന്ദുക്കള്, അവരൊക്കെയല്ലേ ആക്രമിച്ച് കൊല്ലപ്പെട്ടത്, ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടത്. അവരോട് ഒരു അനുതാപം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പോഴും അവരാരുടെ പക്ഷത്താ? അവര് ഈ ഇസ്ലാമിക പക്ഷത്താണ്, അവര് തീവ്രവാദികളുടെ പക്ഷത്താണ്. ഈ കൊല്ലപ്പെട്ട ഇരകൾക്ക് വേണ്ടി ഒരിറ്റ് കണ്ണുനീരൊഴുക്കാൻ അവരുടെ ഈ നേതാക്കന്മാര് നാളിത് വരെ തയ്യാറായിട്ടുണ്ടോ? കൊന്നവർക്ക് സ്വാതന്ത്ര്യ സമരവും പെൻഷനും, കൊല്ലപ്പെട്ടവരെ ബ്രിട്ടീഷുകാരുടെ ഏജന്റുമാരുമായിട്ട് മുദ്രകുത്തി അപമാനിക്കുന്ന ഒരു നിലപാടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാളിത് വരെ സ്വീകരിച്ചിട്ടുള്ളത്? ഇത് മാപ്പിളകളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, നമ്മുടെ ശബരിമല വിഷയം ഉണ്ടായി. ശബരിമല എന്താ RSSകാരുടെ വിഷയമായിരുന്നോ? RSSകാരാണോ അവിടെ മുഴുവൻ സമരം ചെയ്തത്? കേരളത്തിലെ ഹിന്ദു സമാജം ഒന്നടങ്കം ആ വിഷയത്തിൽ ഒറ്റക്കെട്ടായിരുന്നില്ലേ? ആ ഹിന്ദു സമാജത്തിന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമായിരുന്നില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് വിശ്വാസികൾക്കെതിരായിരുന്നു, ഹിന്ദുക്കൾക്കെതിരായിരുന്നു. അപ്പൊ അവരെല്ലാ കാലത്തും അവർ പറയും ഞങ്ങൾ RSSനെയാണ് എതിർക്കുന്നത്, അവർ പറയും ഞങ്ങൾ സംഘപരിവാരത്തെ എതിർക്കുന്നത്, ഞങ്ങൾ ഹിന്ദുക്കളോട് എതിർപ്പില്ലാന്ന്. യഥാർത്ഥത്തിൽ അവർ ഹിന്ദുക്കളോട് എതിർപ്പ്. അതുകൊണ്ടാണ് അവർ രാമനെ ഈ നിലയ്ക്ക് ആക്ഷേപിച്ചത്. RSSന്റെ രാമനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞെങ്കിൽ അവരത് പ്രത്യേകം എടുത്തു പറയാമായിരുന്നു. അല്ല, അവര് ശ്രീരാമനെ ദളിത് വിരോധിയായിട്ട് ചിത്രീകരിക്കും. അവര് ബാലിയെ ഒളിയമ്പ് ചെയ്ത ആളാണെന്ന് പറയും.
അവര് ഗർഭിണിയായ സീതയെ ഉപേക്ഷിച്ച ആളാണ് രാമൻ എന്ന് പറയും. അതൊക്കെ പോട്ടെ, അത് നമുക്ക് ഒരു വിമർശനത്തിന് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം. ഓക്കെ, അതിന് ക്രിയാത്മകമായ ഒരു വിമർശനം രാമനെതിരെ ഉന്നയിക്കുന്നതിലൊന്നും നമുക്ക് വിരോധമില്ല. കൃഷ്ണനെതിരെ ക്രിയാത്മകമായ വിമർശനം ഉന്നയിക്കട്ടെ, കൃഷ്ണന്റെ പ്രവൃത്തിയെ വിമർശിക്കട്ടെ, അതിലൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ആക്ഷേപത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പോവുക, അവഹേളനത്തിന്റെ രീതിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് മുഹമ്മദിന് എതിരായിട്ട് പറയാൻ ബാലചന്ദ്രന്റെ ഉപ്പുപ്പാക്കി ധൈര്യം ഉണ്ടാവും. ബാലചന്ദ്രന് പോട്ടെ, ബാലചന്ദ്രന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാവുണ്ടല്ലോ, അങ്ങ് ഓൾ ഇന്ത്യ ലെവലിൽ പ്രവർത്തിക്കുന്ന, ആ ഓൾ ഇന്ത്യ ലെവലിൽ പ്രവർത്തിക്കുന്ന ബാലചന്ദ്രന്റെ ഉപ്പുപ്പാക്ക് മുഹമ്മദ് എന്നുള്ള പേരുച്ചരിക്കാൻ ധൈര്യമുണ്ടോ? പേരുച്ചരിക്കാൻ ധൈര്യപ്പെടില്ല. നമുക്കറിയാം ആ ധൈര്യമില്ല. അവിടെയൊക്കെ കോംപ്രമൈസാ, അവിടെയൊക്കെ. കാരണം ഇവിടെ ഹിന്ദുക്കളെ എന്തുമാകാമെന്നോ എന്നുള്ള ചോദ്യം, എന്തുമാകാമെന്ന് മാത്രമല്ല, ഹിന്ദു സമൂഹത്തെ ഉന്മൂലനം ചെയ്യുക, അതിനെ ഇല്ലാതാക്കുക, നശിപ്പിക്കുക. നമുക്കറിയാം, ഞാൻ നേരത്തെ ശബരിമലയുടെ കാര്യം പറഞ്ഞു. കാശ്മീരി പണ്ഡിറ്റുകൾ RSSകാരായിരുന്നോ? കാശ്മീരി പണ്ഡിറ്റുകളെ മുഴുവൻ അടിച്ചോടിച്ചു കാശ്മീർ താഴ്വരന്ന്. ഒരു അനുതാപം, ഒരിറ്റു കണ്ണുനീർ അവർക്ക് വേണ്ടി ഒഴുക്കിയതായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒഴുക്കിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് അവര് RSSനെതിരാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. RSSനോടുള്ള എതിർപ്പ് ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നുള്ളതുകൊണ്ടാണ്. ഹിന്ദുക്കൾക്കെതിരാണ് അവര്. ഹിന്ദു സമൂഹത്തിന്റെ നിലനിൽപ്പിനെതിരാണ്, ഹിന്ദു സംസ്കാരത്തിനെതിരാണ്, ധർമ്മത്തിനെതിരാണ്. ഹിന്ദുക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ഇപ്പൊ ഇവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശ്ശൂര്, ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ തൃശ്ശൂർ പൂരത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശ്ശൂർ പൂരത്തിന്റെ ആ തറവാടക വലിയ തോതിൽ കൂട്ടി അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ബാലചന്ദ്രന്റെ പങ്ക് എന്തായിരുന്നു ആ കാര്യത്തിൽ? ബാലചന്ദ്രൻ എന്ത് സംസാരിച്ചു? ഹിന്ദു സംഘടന ശക്തമായിട്ട് രംഗത്ത് വന്നു. ഹിന്ദു സംഘടനകളുടെ എതിർപ്പ് അവഗണിക്കാൻ പറ്റാതെ വന്ന സമയത്ത് 24 മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചുകൂട്ടി. ആ തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ കാണാമായിരുന്നു. തൃശ്ശൂരിൽ കെട്ടിവെച്ച കാശ് കിട്ടില്ല, CPIക്ക് കെട്ടിവെച്ച കാശ് കിട്ടില്ല. അപ്പൊ അത് ഭയന്നുകൊണ്ട് ആ തീരുമാനം പിൻവലിച്ചു. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം. ഈ നിലപാട് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് കമന്റ് ബോക്സ് പൂട്ടി വീട്ടിലിരിക്കാം, അങ്ങനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാം, ഇറങ്ങി നടക്കാം എന്നൊക്കെ പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചാൽ മതി. ഇപ്പോഴത്തെ കാലത്ത് ഹിന്ദു സമൂഹം അത് അനുവദിച്ചു തരില്ല. ഇപ്പോ അയ്യപ്പനെ വിവാഹം കഴിപ്പിക്കാൻ നടന്ന MLA വീട്ടിലിരിക്കുകയാണ്. കഴിഞ്ഞ നമ്മൾ കണ്ടതാണ്, തൃപ്പൂണിത്തുറ MLA അയ്യപ്പന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ ആക്ഷേപിച്ച MLA വീട്ടിലിരിപ്പാണ്. MLA ആയിരുന്നല്ലോ, MLAയുടെ സ്ഥാനം പോയി. അപ്പോ ഇവിടെ ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന, അവഹേളിക്കുന്ന ആളെ വീട്ടിലിരുത്താൻ ഹിന്ദുക്കൾക്കറിയാം, ഹിന്ദു സമൂഹത്തിന് അതറിയാം. ഇനി പഴയ കാലമല്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, പ്രാണപ്രതിഷ്ഠയെ, മതേതരത്വത്തിന്റെ പേരിലൊക്കെ പ്രാണപ്രതിഷ്ഠയെ എതിർക്കുമെന്ന് വിചാരിച്ച ഹിന്ദു സംഘടനകൾ, അത് SNDP ആകട്ടെ, NSS ആകട്ടെ, വിശ്വകർമ്മ സഭയാകട്ടെ, ധീവരസഭയാകട്ടെ, അവരൊക്കെ ഏത് നിലപാടാണ് എടുത്തേന്നുള്ളത് രാഷ്ട്രീയക്കാരെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അപ്പൊ അതുകൊണ്ട് പഴയ പോലെ ഹിന്ദുക്കളെ അങ്ങനെ കൊട്ടാം, വഴി പോണവർക്കൊക്കെ കൊട്ടാനുള്ള ചെണ്ടയാണ് ഹിന്ദു സമൂഹം എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. ഇനി അത് പഴയ പോലെ നടപ്പില്ല അനിൽ നമ്പ്യാർ. അതിന്റെ കാരണം അതിന്റെ പ്രതിഫലനങ്ങളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പൂട്ടി, ഒരു സഖാവിന് അത് പൂട്ടി, കമന്റ് ബോക്സും പൂട്ടി, രാത്രിക്ക് രാത്രി തിരിച്ചു പോകേണ്ടി വന്നത്. അല്ലാതെ നിലപാടിൽ മാറ്റം ഉണ്ടായതുകൊണ്ടല്ല, എതിർപ്പ് ഭയന്നിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് ശക്തമായ തിരിച്ചടി ബാലചന്ദ്രന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഹിന്ദു സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, യാതൊരു സംശയവും വേണ്ട അനിൽ നമ്പ്യാർ. ജയേന്ദ്രമാഷ്, ബാലചന്ദ്രൻ ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈസ്റ്റർ ആശംസ പറയുന്ന വീഡിയോ ഞങ്ങൾ കാണിച്ചു. അതുപോലെ നിയമസഭയിൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് വളരെ വിനയത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി ചില കാര്യങ്ങൾ പറയുന്ന ആ വീഡിയോയും ഞങ്ങൾ കാണിച്ചു. പക്ഷേ ബാലചന്ദ്രന് ഹിന്ദുക്കളുടെ ആരാധനാമൂർത്തികളെ അവഹേളിക്കാം, അധിക്ഷേപിക്കാം, അപമാനിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അനിൽ നമ്പ്യാരെ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തോടൊപ്പം തന്നെ എന്തുകൊണ്ട് 52 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്റെ പോസ്റ്റും പിൻവലിച്ച് ഇദ്ദേഹത്തിന് ഓടി ഒളിക്കേണ്ടി വന്നു എന്നുള്ളതും കൂടി ചോദ്യചിഹ്നം ഇടേണ്ട ചോദ്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ RV ബാബു പറഞ്ഞ മാതിരിയിൽ കാലചക്രം തിരിയുകയാണ്. ഇപ്പോ നമുക്കറിയാം,
ഇന്നലെ വരെ ഉണ്ടായിരുന്നതിൽ നിന്ന് ചിത്രം മാറുകയാണ്. എന്ത് തെണ്ടിത്തരവും കാണിക്കാം, എന്ത് തമ്മാടിത്തരവും ചെയ്യാം, ആരുടെ മേലും കുതിര കയറാം എന്നുള്ള അവസ്ഥ മാറുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് 52 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്റെ പോസ്റ്റും പിൻവലിച്ച് ഓടേണ്ടി വന്നത്? ഈ നാട്ടിലെ ദേശീയ സമൂഹം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എടാ തെണ്ടി, നിങ്ങൾ നക്കിയും നോക്കിയും ഇരിക്കാതെ നീ നിന്റെ പണിയെടുക്കുന്നില്ലെങ്കിൽ നിനക്ക് ഓടേണ്ടി വരും എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ദേശീയ സമൂഹം പറയേണ്ടി വന്നു. ഇവിടെ ഒരർത്ഥത്തിൽ അനിൽ നമ്പ്യാരെ, കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നണികളും വോട്ടിന് വേണ്ടി തെണ്ടുകയാണ് ആരുടെയൊക്കെയോ പുറകിൽ. താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. മതമല്ല പ്രശ്നം, ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുകയാണ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ, അതേതരത്തിന്റെ അപ്പോസ്തലന്മാരായി ചമയുന്നവർ. നോക്കൂ, സച്ചിദാനന്ദനും സുനിൽ പി ഇടയിടവും ദീപാ നിശാന്തും ഒക്കെ അതിന്റെ ഒരു വേർഷൻ ആണെങ്കിൽ അതിനെ കടത്തിവെട്ടാനുള്ള മത്സരമല്ലേ നടക്കുന്നത്? തൃശ്ശൂരിലെ തന്നെ മറ്റൊരു മനുഷ്യൻ എന്റെ മകന്റെ പേര് ആഷിഖാണെന്നും ഞാൻ താടി വെക്കുന്നവനാണെന്നും ഞാൻ നോമ്പെടുക്കുന്നവനാണെന്നും ഈ ലോകത്തിന്റെ ഭാരതത്തിന്റെ ഭരണഘടനയേക്കാൾ ശരീഅത്താണ് മികച്ചത് എന്ന് പറഞ്ഞ് തെണ്ടേണ്ടി വരുന്നത്, അഭിനയിക്കേണ്ടി വരുന്നതും മതങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യരിലേക്ക് പടരണമെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട, ഒരുപക്ഷെ വെള്ളത്തിന്റെ മുകളിലൂടെ 24 മണിക്കൂറും നടക്കാൻ കെൽപ്പുള്ള നമ്മുടെ ബാലചന്ദ്രൻ വളരെ ബോധപൂർവം തന്നെ ഒരു പരീക്ഷണം നടത്തുകയാണ്. നമുക്കറിയാം വർത്തമാനകാല കേരളത്തിന്റെ സോഷ്യൽ സിനാറിയോ, പൊളിറ്റിക്കൽ സിനാറിയോ, കമ്മ്യൂണൽ സിനാറിയോ ഒക്കെ പാകപ്പെടുത്താനുള്ള ബോധപൂർവമായ ഒരു പ്രവർത്തനം കുറച്ചു കാലമായി നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അല്പം വൈകിയാണെങ്കിലും ആദ്യകാലമൊക്കെ കേരളത്തിലെ പൊതുസമൂഹം, ഒരുപക്ഷെ മതേതരവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്തു. മാത്രമല്ല, കേരളത്തിൽ ഇടക്കാലത്ത് മതേതരവാദിയും പുരോഗമനവാദിയും ആകണമെങ്കിൽ എത്ര കഠിനതയോടെ ഹിന്ദുത്വത്തെ എതിർക്കണം, ഹിന്ദു മതത്തെ എതിർക്കണം. ആദ്യ കാലഘട്ടത്തിൽ അത് RSSനെ എതിർക്കലായിരുന്നു. പക്ഷെ പിന്നീട് അധികകാലം കഴിയേണ്ടി വന്നില്ല, കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് മനസ്സിലായി RSS അല്ല ഇവരുടെ മുഖ്യ ലക്ഷ്യം. അത് ഏറ്റവും അവസാനം താങ്കളും RV ബാബു ഒക്കെ പറഞ്ഞ മാതിരിയില് ആരോടും നോവിക്കാത്ത, ആരെയും നുള്ളി നോവിക്കാത്ത, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ചിത്രയെ പോലെയുള്ള കേരളം ആരാധിക്കുന്ന നമ്മുടെ വാനമ്പാടി അവർ ഒരു അഭ്യർത്ഥന, അവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ എന്താ പറയുക, നിഷ്കളങ്കമായ ഒരു ആരോപണം നടത്തിയപ്പോൾ അപ്രതീക്ഷിതമായ ഏതൊക്കെ കോണിൽ നിന്നാണ് ആ പാവം സ്ത്രീയെ, ഉറുമ്പിനെ പോലും നോവിക്കാൻ ഭയപ്പെടുന്ന ഒരു കേരളത്തിന്റെ വാനമ്പാടിയെ കൊത്തിപ്പറിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കൊത്തിപ്പറിച്ചപ്പോൾ കേരളത്തിലെ മതേതരവാദികൾ ആരെങ്കിലും മതങ്ങളിൽ നിന്നും ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുന്നു എന്ന് പറയുന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വമോ സാംസ്കാരിക നായകന്മാരോ കേരളത്തിലെ പൊതുസമൂഹത്തിലെ ബുദ്ധിജീവി കുപ്പായമിട്ടവരോ ആരെങ്കിലും ഒരാൾ അനിൽ നമ്പ്യാരെ അത് ശരിയല്ല, ആ നിഷ്കളങ്കയെ കൊത്തിപ്പറിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത് മുൻപോട്ട് വരാൻ തയ്യാറായില്ല. കാരണം അത്രത്തോളം കേരളത്തിലെ രാഷ്ട്രീയ പൊതുസമൂഹത്തിൽ ഈ ശക്തികൾ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങൾ, പത്രങ്ങൾ, സാംസ്കാരിക നായകന്മാർ, അവർക്കൊക്കെ കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ സംഘങ്ങളുടെ അവാർഡുകളും പണവും സാമ്പത്തിക സഹായവും കിട്ടണം. കേരളത്തിലെ വളരെ അടുത്ത കാലത്ത് ഉയർന്നു പൊങ്ങിയ ഒരു ചാനലിന് 7 കോടി രൂപയാണ് PFIയുടെ ഫണ്ട് കിട്ടിയത് എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്ത. എന്തുകൊണ്ട് ഇത്തരം ചാനലുകൾ കേരളത്തിൽ മത്സരിച്ച് ഹിന്ദു വിരോധവും RSS വിരോധത്തിൽ തുടങ്ങി അത് ഹിന്ദു വിരോധവും സകലമാന ഹൈന്ദവ ആചാരങ്ങളെയും ഈ രാജ്യത്തിലെ ദേശീയ ജനതയുടെ ഹൃദയ വികാരങ്ങളെയും വേദനിപ്പിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ മതേതരവാദികളാവുകയുള്ളൂ എന്നുള്ള, അപ്പോൾ മാത്രമേ ഞങ്ങൾ പുരോഗമനവാദികളായി തീരുകയുള്ളൂ എന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു. അവരുടെ പണം പറ്റിയത് മാത്രമല്ല, ഒരുപക്ഷെ നിഷ്കളങ്കരായ, ഒരുപക്ഷെ അല്പമെങ്കിലും ഭയന്നിരിക്കുന്ന അല്ലെങ്കിൽ അല്പം അനുഭവം പ്രകടിപ്പിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹം എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൽ ഇന്ന് മതസൗഹാർദ്ദവും മതേതരത്വവും പരസ്പര ബഹുമാനവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിൽ വന്ന ഒരു ഭരണമാറ്റത്തിന്റെ തുടർച്ചയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, നമുക്കറിയാം, ഒരു അധ്യാപകന്റെ കൈവെട്ടിയത് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർക്കും MLA മാർക്കുമുള്ള കൃത്യമായ മുന്നറിയിപ്പായിരുന്നു. ഞങ്ങളുടെ ഇംഗിതത്തിന്, ഞങ്ങൾ വരയ്ക്കുന്ന വരയുടെ ലക്ഷ്മണരേഖയ്ക്ക് അതിർത്ത് ആരെങ്കിലും ലംഘിച്ചാൽ, അങ്ങനെ സംശയമുള്ള ഒരു പദം ആരെങ്കിലും പ്രയോഗിച്ചാൽ, തൊട്ടവന്റെ കൈവെട്ടും,
പറഞ്ഞാൽ പറയുന്നവന്റെ നാക്കരിയും. അങ്ങനെ നാക്കരിയുമ്പോൾ അത് ആവശ്യപ്പെടുന്നവർക്ക് മൗനം പാലിച്ചിട്ടില്ലെങ്കിൽ നാളെ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ശക്തി കൊണ്ട് ഞങ്ങൾ നിങ്ങളെ കീഴടക്കും. ഭയപ്പാടോടെയല്ലേ കേരളം മുന്നോട്ട് പോയത്? നാം അത്ഭുതപ്പെടേണ്ടത്, നാം അതിശയിക്കേണ്ടത് നമ്പ്യാരെ, ആ കേരളത്തിന് ആ കൊടും തീവ്രവാദികളായി ഈ അധ്യാപകന്റെ കൈവെട്ടി. അദ്ദേഹം RSS അല്ല, BJP അല്ല, ഹിന്ദുത്വവാദി പോലുമല്ല, ഇതിനുള്ള അനുഭവം പ്രകടിപ്പിക്കുന്നവരുമായിരുന്നില്ല. പക്ഷേ ആ കൊലപാതകികളെ, ഭീകരവാദികളെ, മനുഷ്യത്വം മരവിച്ചു പോയ ആ ദുഷ്ടന്മാരെ സംരക്ഷിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം അവസാനം കേരള പോലീസിനെ പോലും അറിയിക്കാതെ കേന്ദ്രത്തിൽ നിന്നും പോലീസ് വന്ന് പൊക്കിക്കൊണ്ടു പോകുന്നത് പോലെ എവിടെയാണ് ഇവരൊക്കെ സംരക്ഷിക്കപ്പെട്ടത് എന്നുകൂടി നമ്മൾ അറിയണം. ഇത്തരം ആളുകൾ ഞങ്ങൾ അറിയാതെ ഒരു ഈച്ച പോലും പറക്കില്ലെന്ന് അഭിമാനിക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ, പാർട്ടിയുടെ തണലിൽ ഇവരെയൊക്കെ സംരക്ഷിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനം ഒരുപക്ഷെ കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ടാക്കിയ വലിയൊരു മാറ്റമായിരുന്നു. നമുക്കറിയാം, ഒരു മതത്തിന്റെ അല്ല, മതത്തിന്റെ മേലങ്കി അണിഞ്ഞ് പൊതുസമൂഹത്തിൽ കലാപവും അക്രമവും ഇത്തരം ആളുകളുടെ കൈവെട്ടുകയും നാക്കരിയുകയും ചെയ്യുന്ന പ്രവണത വന്നു. പക്ഷെ ആ നിരോധനം പോലും കേരളത്തെ എങ്ങനെയാണ് കേരളം അഭിമുഖീകരിച്ചത്? ഗത്യന്തരമില്ലാതെ PFIക്ക് പ്രവർത്തിക്കാനുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം ഒരുപക്ഷെ തടഞ്ഞപ്പോൾ ഇന്ന് നമുക്കറിയാം ആ പോപ്പുലർ ഫ്രണ്ടുകാരനൊക്കെ എവിടെ പോയി? അവരുടെ സ്ലീപ്പിംഗ് സെൽസുകളിൽ നിന്ന് എവിടെ നിൽക്കുന്നു? അവർ ഇന്ന് പ്രവർത്തിക്കുന്നത് നാം അഭിമാനിക്കുന്ന ഇടതുപക്ഷത്തിന്റെ താവളങ്ങളിലാണ് എന്ന് പറയുമ്പോൾ നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ കേരളം തടഞ്ഞില്ല, ഏർപ്പെട്ടില്ല? എന്തുകൊണ്ടൊരു അധ്യാപകന്റെ കൈവെട്ടിയ പ്രതികൾ കേരളത്തിലെ പോലീസ് അറിയാഞ്ഞിട്ടാണ് പിടിച്ചത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനെ വെല്ലുന്ന നൈപുണ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാര് കേരളത്തിന്റെ മണ്ണിൽ ഇല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? അവരുടെ കൈകളും കാലുകളും കെട്ടിവെച്ചപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അവസാനം അവർക്ക് അഭയമൊരുക്കിയത് പാർട്ടി ഗ്രാമങ്ങളിലായിരുന്നു എന്ന് മാത്രമല്ല, ആ ഭീകരവാദികളെ സ്വന്തം പാർട്ടികളിലേക്ക് കൂടെ നിർത്താനുള്ള മത്സരമല്ലേ കേരളം നടക്കുന്നത്? ഈ MLA അദ്ദേഹം നടത്തിയ ഈ ഒരു നിഷ്കളങ്കവും മദ്യത്തിന്റെ പുറത്ത് നടന്ന ഒരു സംഭവമാണ് ബാലചന്ദ്രൻ പറ്റിയ കയ്യബദ്ധമാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഇത്തരം ഭീകരവാദികളെ ക്ഷണിക്കുകയായിരുന്നു. ഇതാ ഞങ്ങൾ ഹിന്ദു വിരുദ്ധരാണ്, ഞങ്ങൾ മതേതരത്വത്തിന്റെ മേലങ്കി അണിഞ്ഞ് അവരെ എതിർക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അതുകൊണ്ട് എല്ലാവരും ചേക്കേറുക, ഞങ്ങളിൽ തണിയുക. പ്രതാപൻ പറയുന്ന വാക്കുകൾ, മകന്റെ പേരുകൾ, അദ്ദേഹത്തിന്റെ താടിയെക്കുറിച്ച് പോലുമുള്ള വർണ്ണന, ഇവിടെ ഇദ്ദേഹം നടത്തുന്ന ഒരുപക്ഷെ ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും ഇറച്ചിവെട്ടുകാരനായും തെണ്ടിയായും നക്കിയായും അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യം കിട്ടുന്നത് ഇവിടെ നിന്നല്ലേ? ആ ധൈര്യത്തിന്റെ കനത്ത അടിയാണ് 52 സെക്കൻഡ് കഴിയുമ്പോൾ താനിട്ട പോസ്റ്റ് മുക്കി ഓടിയെന്ന് മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ആത്മാർത്ഥതയോടെ ആയാലും അല്ലെങ്കിലും മാപ്പ് ഇറക്കാനും ആർക്കെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ, ആ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടെന്ന് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കേരളവും മാറുന്നു. കേരളത്തിന് മത്സരിക്കുന്ന തീവ്രവാദികളെ മത്സരിക്കുന്ന 2 മുന്നണികൾക്കും കിട്ടുന്ന കടുത്ത വെല്ലുവിളിയും താക്കീതും തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും നമ്പ്യാരെ. അഡ്വക്കേറ്റ് അസ്കർ, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ ജനപ്രതിനിധിക്ക് ഒരു തരി പോലും സംസ്കാരമില്ലെന്ന് അദ്ദേഹം തന്നെ സ്വന്തം ചെയ്തിയിലൂടെ തെളിയിച്ചിരിക്കുന്നു. ഹിന്ദുക്കളുടെ ദേവീദേവന്മാരെ മോശമായി ചിത്രീകരിക്കുക, പരസ്യമായി അധിക്ഷേപിക്കുക, അതുവഴി ഹൈന്ദവ സമൂഹത്തെ വെല്ലുവിളിക്കുക, ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിലൂടെ ഇതര മതങ്ങളിലെ തീവ്രവാദികളുടെ കയ്യടി വാങ്ങുകയും വോട്ടുറപ്പിക്കുകയും ചെയ്യുക. ഈ ബാലചന്ദ്രൻ ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് അത് തന്നെയല്ലേ അഡ്വക്കേറ്റ് അസ്കർ? ഇതില് ബാലേന്ദ്രൻ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനോട് ഒരു തരത്തിലും യോജിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് അത്തരം ഒരു അഭിപ്രായം ഇല്ലാത്തതുമാണ്. അപ്പൊ സ്വാഭാവികമായും ആ പോസ്റ്റിന്റെ സാങ്കത്യത്തെ കുറിച്ച് ഒരു തരത്തിലും യോജിക്കാനാവുന്നില്ല. അദ്ദേഹത്തിന് പോലും യോജിക്കാനാവാത്തത് കൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞത് എന്ന് ആണ് ഞാൻ അനുമാനിക്കുന്നത്. സ്വാഭാവികമായും അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ നിങ്ങൾക്ക് ശ്രീരാമനെ ഒരു യോദ്ധാവിനെ പോലെ ഉയർത്തിപ്പിടിക്കുകയും രാഷ്ട്രീയ ആയുധമായി ഉയർത്തിപ്പിടിക്കുകയും വേണം എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ ശ്രീരാമനെ സമീപിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ശ്രീരാമനെ സമീപിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ്.
അത് രാമായണങ്ങളിലൂടെ വന്ന രാമനെയാണ് ഞങ്ങൾ അടുത്തറിയുന്നത്. മഹാത്മാഗാന്ധി രാമായണത്തിലൂടെ വന്നതിൽ രാമായണം വായനകളിലൂടെയും രാമായണ പഠനങ്ങളിലൂടെയും മഹാത്മാഗാന്ധി കണ്ടെത്തിയ ഒരു രാമനുണ്ട്. ആ രാമായണത്തിലെ ഏറ്റവും മികച്ച വാക്ക് എന്ന് പറയുന്നത് മാ നിഷാദ, അരുത് എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അരുത് എന്നല്ലാതെ മറ്റൊന്നും ഈ ഘട്ടത്തിലില്ല. കാരണം രാമായണത്തിന്റെയും രാമന്റെയും അന്തസത്ത എന്ന് പറയുന്നത് കരുണയായിരുന്നു. ആ കരുണയില്ലാത്ത രീതിയിൽ നിങ്ങൾ ശ്രീരാമനെ രാഷ്ട്രീയ കുപ്പായമണിയിക്കുന്നതിനടുത്താണ് ശ്രീരാമനെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു, രാജ്യത്തിന് നഷ്ടപ്പെടുന്നു എന്ന ആശങ്ക ഞങ്ങൾ പങ്കുവെക്കുന്നത്. അത് സ്വാഭാവികമായും കഴിഞ്ഞ കുറെ നാളുകളായി, അതായത് ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് തൊട്ടു മുമ്പ് യോദ്ധാവിനെ പോലെ അവതരിപ്പിക്കുന്ന രാമനെ രാഷ്ട്രീയ ആയുധമായി നിങ്ങൾ അവതരിപ്പിക്കുകയും അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചനയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ വഞ്ചിക്കുന്നത് ഹിന്ദു സമൂഹത്തോടു കൂടി മാത്രമാണ്. അഡ്വക്കേറ്റ് അസ്കർ, കേരളത്തിലെ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായമാണ് അസ്കർ പറഞ്ഞിരിക്കുന്നത്. അസ്കർ, ഈ രാമക്ഷേത്രം തകർത്താണ് മസ്ജിദ് പണിതത്, ആ ഒരു തെറ്റെനിക്ക് മനസ്സിലായി. ഇന്ന് താങ്കൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ബാബറി മസ്ജിദിനെ തള്ളിപ്പറഞ്ഞ പ്രമുഖ ബ്രിട്ടീഷ് പാകിസ്ഥാൻ എഴുത്തുകാരനും പ്രഭാഷകനും തീവ്രവാദ വിരുദ്ധ പ്രവർത്തകനുമായ നൂർ ദാഹ്രി ബാബറി മസ്ജിദ് ഇസ്ലാമിൻ്റെ പ്രതീകമായിരുന്നില്ല, ക്ഷേത്രം തകർത്ത് മസ്ജിദ് പണിയുകയായിരുന്നു, ഒരു കാലത്ത് ഇന്ത്യക്കെതിരെ ആയുധമെടുത്തതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും നൂർ ദാഹ്രി പറഞ്ഞു. അഡ്വക്കേറ്റ് അസ്കർ, ഭാരതത്തിനകത്തുള്ളവർ മാത്രമല്ല പുറത്തുള്ളവരും തിരിച്ചറിയുകയാണ് യാഥാർത്ഥ്യങ്ങൾ. ഇപ്പം നോക്കൂ, ആ കേസിന് പോയ അൻസാരിയുടെ കുടുംബം പോലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു. അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഉത്തർപ്രദേശിലുള്ള മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. പ്രശ്നമുള്ളത് ആർക്കാ? ഇവിടെ ഈ ബാലചന്ദ്രനെ പോലെ ഇങ്ങനെ മദ്യപിച്ച് ലക്കും ലഗാനും ഇല്ലാതെ നടക്കുന്ന കുറേ വൃത്തികെട്ട, അയാളെ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു, ഈ വൃത്തികെട്ട ഒരു പറ്റം ആളുകൾ, ഇടത് അതുപോലെ ജിഹാദി കൂട്ടങ്ങൾ, അവർക്കല്ലാതെ സാർ ആർക്കാണ് സാർ ആശങ്ക? അല്ലെ താങ്കൾ പറയുന്നത് പോലെ രാമനെ രാഷ്ട്രീയ ആയുധമാക്കുന്നു, അതിൻ്റെ പ്രതീകമാക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണം ഈ ഒരു ചെറിയ വിഭാഗം ഉൾപ്പെടുന്ന ക്യാമ്പിൽ നിന്ന് മാത്രമല്ലേ പുറത്തു വരുന്നത്? മറ്റാർക്കും ഒരു പ്രശ്നമില്ല. രാമൻ എന്നത് രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന ഒരു വികാരമായി മാറിയിരിക്കുകയല്ലേ? അത് അംഗീകരിക്കുകയാണ് അനുദിനം, ഓരോ ദിവസം കഴിയുന്തോറും അങ്ങനെയുള്ള പ്രസ്താവനകളല്ലേ പുറത്തു വരുന്നത്? ശ്രീ അനന്തൻ, ശ്രീരാമൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൊതുവികാരമാണെന്നും അത് ഇന്ത്യയുടെ മാത്രമാണെന്നും അത് ഹിന്ദുക്കളുടേത് മാത്രമാണെന്നും വാശി പിടിക്കുന്നിടത്താണ് നിങ്ങൾക്ക് പിശക് പറ്റിയെന്ന് എനിക്ക് വിളിച്ചു പറയുന്നത്. ആര് പറഞ്ഞു ഹിന്ദുക്കളുടെ മാത്രമാണെന്ന്? എല്ലാവരുടെയുമാണ്. ശ്രീരാമൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് ലോകമെമ്പാടുമുള്ള രാമകഥകളിലൂടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ അത് ഭക്തി പ്രസ്ഥാനത്തിന്റെ തുളസീദാസിന്റെ കാലഘട്ടം മുതൽ ഭക്തി പ്രസ്ഥാനത്തിലൂടെയാണ് നാം രാമനെ ഉത്തമ പുരുഷനായും ഉത്തമ രാമനായും നാം കാണുന്നത്. അതുതന്നെയാണ് രാമന്റെ മഹത്വവും രാമൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ മഹത്വവുമായി നാം കാണേണ്ടത്. അതിനപ്പുറം രാഷ്ട്രീയ ആയുധമായി രാമനെ ഉപയോഗിക്കുന്നിടത്താണ് പ്രശ്നം. രാംലല്ല ഉയർന്നു വരേണ്ടത് രാജ്യത്തിന്റെ കൂടി ആവശ്യമാണ്, ഒരു സംശയമില്ലെന്നേ. രാംലല്ല ഉയർന്നു വരേണ്ടത് തന്നെയാണ്. പക്ഷേ അതൊരു ചരിത്രത്തിന്റെ നീതികേടിന് വീണ്ടും നീതികേട് കാണിച്ചുകൊണ്ടാവരുത് എന്നുള്ള ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകളാണുള്ളത്. പക്ഷെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ അഭിഭാഷകനല്ലേ? സുപ്രീം കോടതിയെയും സുപ്രീം കോടതിയെയും അംഗീകരിക്കുന്നില്ല എന്നാണോ? എന്താ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലല്ല. നാം ചരിത്രത്തിൽ പല തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം. അത് തിരുത്തുന്നത് അതേ തെറ്റുകൾ ആവർത്തിച്ചാവരുത് എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞത് കഴിഞ്ഞു. സുപ്രീം കോടതി വിധിയോടുകൂടി രാജ്യത്തിന്റെ നിയമമായി മാറി. രാംലല്ല യാഥാർത്ഥ്യമായി കഴിഞ്ഞു. പക്ഷെ രാംലല്ല യാഥാർത്ഥ്യമാകുന്നതിന് രാഷ്ട്രീയമായി ഇടപെടലുകൾ നടത്തുക, ഒരു ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ പ്രതിഷ്ഠയായി അത് മാറുന്നിടത്താണ് ഞങ്ങളുടെ വിമർശനം. ഹിന്ദുമത വിശ്വാസികൾക്ക് വിശ്വസിക്കാനും അതുപോലെ ഹിന്ദു സംസ്കാരത്തെ ആചരിക്കുന്നവർക്കും അവരെ ബഹുമാനിക്കുന്നവർക്കും രാംലല്ല ഉയർന്നു വരണമെന്നു തന്നെയാണ്, ഒരു സംശയം വേണ്ട. പക്ഷെ രാംലല്ല ഉയർന്നു വരുന്നത് നിങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നിടത്തുമാണ് ഞങ്ങളുടെ പ്രശ്നം. ഈ ബാലചന്ദ്രനെ പോലുള്ളവർ
പിന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്താ? അല്ല, അതിൽ നമുക്കൊരു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിക്കണം. അദ്ദേഹം പറഞ്ഞതിനോട് എനിക്കൊരു യോജിപ്പില്ല. അദ്ദേഹം അങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ വളരെ മ്ലേച്ഛമായ രീതിയിൽ അവതരിപ്പിച്ചു. അല്ലാത്ത കുറെ പേരുണ്ടല്ലോ സോക്കോൾഡ് സാംസ്കാരിക നായകന്മാർ, അവരെ കൊണ്ടാകുന്ന രീതിയിലും ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഇറക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കും, ഓരോ ആളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള പോസ്റ്റുകൾ. അങ്ങ് കുട്ടിക്കൃഷ്ണമാരാർ എന്ന് പറഞ്ഞൊരു വിമർശകൻ ഉണ്ടായിരുന്നു. വാൽമീകി രാമായണത്തെയും രാമനെയും ഏറ്റവും വൃത്തിയായി അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായി മലയാളത്തിൽ അവതരിപ്പിച്ചത് കുട്ടിക്കൃഷ്ണമാരാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുട്ടിക്കൃഷ്ണമാരാർ ഇന്നായിരുന്നു ആ രാമായണ വിമർശനങ്ങൾ നടത്തിയിരുന്നു എങ്കിൽ ഇന്ന് കുട്ടിക്കൃഷ്ണമാരാറിന് ഹരീഷ് ചെയ്തതുപോലെ ആ പുസ്തകം പിൻവലിച്ചോടേണ്ടി വരുമായിരുന്നു. അവശ്യം വായിച്ചിരിക്കേണ്ട, രാമനെ അറിയേണ്ടവർ അവശ്യം വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് കുട്ടിക്കൃഷ്ണമാരാറിന്റെ രാമായണ പഠനങ്ങൾ. അപ്പോ അങ്ങനെ നാം അടുത്തറിയേണ്ട രാമനെ, നിങ്ങൾ ജനങ്ങളിൽ നിന്നും ഹിന്ദുമത വിശ്വാസ സംസ്കാരത്തിൽ നിന്നും രാമനെ അടർത്തി മാറ്റി നിങ്ങൾ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് BJPക്കെതിരെയും RSSനെതിരെയും ചില ഹിന്ദു തീവ്ര സംഘടനകൾക്കെതിരെയുമുള്ള നമ്മുടെ വിമർശനം. അല്ലാതെ ശ്രീരാമനെ ദൈവമായി കണ്ട് ആരാധിക്കുന്നതിനും പൂജിക്കുന്നതിനും ഒരു തരത്തിലും ഞങ്ങൾക്കാർക്കും വിഷമമില്ലെന്നേ. ആരും അതിനെ എതിർക്കാനും പോകുന്നില്ല. അങ്ങനെ തന്നെ വേണം. കാരണം നമുക്ക് ആദികാവ്യത്തിൽ നിന്ന് ലഭിച്ച രാമൻ എന്ന് പറയുന്നത് രാജ്യത്ത് ലഭിക്കാൻ കഴിയുന്ന എല്ലാ മാനുഷിക മൂല്യങ്ങളുമുള്ള ഉത്തമ രാമനാണ്. ആ ഉത്തമ രാമനെയാണ് മഹാത്മാഗാന്ധിജി പോലും ഏറ്റെടുത്തത്. മഹാത്മാവ് ഏറ്റെടുത്ത രാമന്, ആ രാമൻ എന്ന് പറയുന്നത് ഇന്ന് മോദിജി ഏറ്റെടുത്തിരിക്കുന്ന രാമനല്ല. ആ രാമൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി രാമരാജ്യത്തിലൂടെ വിഭാവനം ചെയ്ത സൽഭരണമാണ്. ഇപ്പോ സൽഭരണമല്ല രാജ്യത്ത് ഇപ്പൊ 2014 ശേഷം ഇങ്ങോട്ട് നോക്കൂ, സൽഭരണം അല്ലേ നിങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്? ശംഭൂകന്റെ തലയറുത്ത രാമനെയാണെങ്കിൽ ആ രാമനെയല്ല വേണ്ടത്. കരുണയുള്ള മനുഷ്യനായി ഇരുന്ന രാമനെയാണ് ഇന്ത്യക്ക് വേണ്ടത്. ആ രാമനെയല്ല നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ഗാന്ധീവം കയ്യിലെടുത്ത രാമനെ അവതരിപ്പിച്ച് അദ്ദേഹത്തെ വീരപുരുഷനാക്കി നിർത്തി രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഞങ്ങൾക്കുള്ള വിമർശനം. രാമായണം എന്ന് പറയുന്നത് രാമകഥകളാണ്. അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാമകഥകളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. വ്യത്യസ്തമായ ആശയങ്ങളായി വ്യത്യസ്തമായ രൂപങ്ങളിൽ രാമകഥകൾ ലോകത്തെമ്പാടും നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് സ്വാംശീകരിച്ചെടുക്കേണ്ട രാമനെയാണ് നിങ്ങൾ കണ്ടെത്താതിരിക്കുന്നത്. അങ്ങനെ വിഭിന്നമായ ആശയങ്ങൾ, ആ വിഭിന്നമായ കഥകളിലൂടെ നാടോടി ഐതിഹ്യങ്ങളിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന രാമനു പകരം രാമൻ എന്ന് പറയുന്ന ഉത്തമ രാമൻ, മര്യാദ രാമൻ എന്നൊരു പദം രാജ്യത്ത് സമ്മാനിച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. മര്യാദ പുരുഷനായി രാമനെ കണ്ടെത്തിയത് മഹാത്മാവാണ്. ആ മഹാത്മാവിനെ പോലും നിന്ദിക്കുന്ന തരത്തിൽ നിങ്ങൾ രാമനെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നു. അങ്ങ് അവശ്യം വായിച്ചിരിക്കേണ്ട AK രാമാനുജന്റെ ഒരു പുസ്തകമുണ്ട്. 2017 ദില്ലി സർവകലാശാല പഠന പുസ്തകമായിരുന്നു. അത് പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ 300 രാമായണങ്ങൾ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ 300 രാമായണങ്ങളിൽ നിന്ന് ഇപ്പോ ലോകത്ത് 300-ലധികം രാമായണങ്ങളുണ്ട്. ആ 300-ലധികം രാമായണങ്ങളെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള അവശ്യം വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, രാമൻ എന്ന് പറയുന്നത്, ആ രാമൻ എന്ന് പറയുന്ന മര്യാദ രാമനെ നിങ്ങൾ രാഷ്ട്രീയമായി ആയുധമാക്കുന്നു. കാരണം രാമനെ രാജ്യത്തെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഒരു സന്ദേശമായി നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് രാഷ്ട്രീയ അപകടമാണ്. ബഹുസ്വരതയുള്ള ഒരു നാട്ടിൽ, ബഹുസ്വരതയോടുകൂടി ജീവിക്കുന്ന ഒരു നാട്ടിൽ, സ്വച്ഛന്തമായി കഴിയുന്ന ഒരു നാട്ടിൽ നിങ്ങൾ വർഗീയവും വിഭജനവും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. അഡ്വക്കേറ്റ് അസ്ക, ഈ ബാലചന്ദ്രനെ പോലുള്ളവരല്ലേ വർഗീയ വിഷം തുപ്പുന്നത്? ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് അസ്ക, ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ജോസഫ് മാഷ് അല്ലേ, നീറുന്ന ഒരു വേദനയായി നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? ജോസഫ് മാഷ് എന്തിനാണ് അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് അഡ്വക്കേറ്റ് അസ്ക? ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു മിനിറ്റ്, ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇപ്പം രാമനെയാണല്ലോ അധിക്ഷേപിച്ചിരിക്കുന്നത്. റഹീമിനെ കുറിച്ച് അധിക്ഷേപിക്കാൻ അദ്ദേഹത്തിൻ്റെ വിരലുകൾ പൊങ്ങുമോ, നാക്ക് പൊങ്ങുമോ അഡ്വക്കേറ്റ് അസ്ക? പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും അവസ്ഥ? ബാലചന്ദ്രൻ ഇന്ന് ഇവിടെ തൃശ്ശൂരിൽ ഉണ്ടാവുമോ?
ഉണ്ടാവോ? ജോസഫ് മാഷിന്റെ അനുഭവം ആയിരിക്കില്ലേ ബാലചന്ദ്രൻ ഉണ്ടാവുക? നമുക്ക് ചില പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും വെച്ച് ഇക്കാര്യത്തെ സമീപിക്കാനാവില്ല. ജോസഫ് മാഷിനോട് ചെയ്തത് ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത തന്നെയാണ്. അഡ്വക്കേറ്റ് അസ്കർ, താങ്കൾ ബാലചന്ദ്രനെ വിമർശിക്കുന്നു, ജോസഫ് മാഷിനോട് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ നിങ്ങൾ എന്താണ് തള്ളിപ്പറയാത്തത്? ഇവിടെ ഇങ്ങനെ ഒരു സമൂഹത്തെ, ഒരു സംസ്കൃതിയെ, സനാതനധർമ്മത്തെ ഇത്ര മ്ലേച്ഛമായി അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്തിട്ട് ഇടതു മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവനയോ പരാമർശമോ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ വലിയ വായിൽ മതേതരത്വത്തെക്കുറിച്ചൊക്കെ പറയുന്നവരല്ലേ, അല്ലേ? മതനിരപേക്ഷതയെക്കുറിച്ച് നാഴികക്ക് 40 വട്ടം പ്രസംഗിച്ച് നടക്കുന്നവരല്ലേ? എന്തുകൊണ്ടാണ് ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന MLA, ആ വൃത്തികെട്ട MLA തള്ളിപ്പറയാനുള്ള ആർജവം, അല്ലെങ്കിൽ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് ഞങ്ങളുടെ നിലപാടല്ല, ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് ഇടതുമുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആരുടെ ഭാഗത്തുനിന്നും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല? CPI തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഒരു പ്രസ്താവന ഇറക്കി, അവർ തള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് അവിടെ നിൽക്കേണ്ടതുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി. അല്ലാതെ നാഴികക്ക് 40 വട്ടം ഈ ഭൂമിയിലുള്ള എല്ലാ വിഷയങ്ങളിലും പ്രസ്താവന ഇറക്കുന്നവർ ഇപ്പോഴും മൗനം ഭജിച്ചിരിക്കുകയാണല്ലോ അഡ്വക്കേറ്റ് അസ്കർ. അൽനമ്പ്യർ, CPIയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അതിന് നിഷേധക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇടതുമുന്നണിയുടെയും തീരുമാനം, CPIയുടെ ഇടതുമുന്നണിയുടെയും നിലപാട് അത് തന്നെയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയം ഇതിൽ പുകച്ച് കത്തിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ടും കേരളത്തിൽ അതൊരു, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഈ ഘട്ടത്തിൽ ആഗ്രഹിച്ചു പോയുന്നത് എന്തുകൊണ്ടെന്നാൽ ബാലചന്ദ്രൻ അല്ലാതെ അതൊരു റഹീമോ അതല്ലെങ്കിൽ മറ്റൊരു ജോസഫോ ആയിരുന്നു ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ കേരളത്തിലെ സ്ഥിതി എന്താകുമായിരുന്നു, രാജ്യത്തെ സ്ഥിതി എന്താകുമായിരുന്നു? എന്തായാലും അതൊരു ബാലചന്ദ്രനാണല്ലോ പോസ്റ്റ് ഇട്ടത്. അത്രയെങ്കിലും ആശ്വാസം ഈ കേരളത്തിൽ ഉണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. ബാലചന്ദ്രൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ല. ആ പോസ്റ്റിനോട് ഞങ്ങൾക്കൊരു നിലപാടും ഇല്ലെന്നേ. ആ പോസ്റ്റിനൊപ്പമല്ല ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾക്ക് മതനിരപേക്ഷ കാഴ്ചപ്പാടുകളാണ് ഞങ്ങൾക്കുള്ളത്. വിശ്വാസിയായ അങ്ങും പ്രിയപ്പെട്ട ഹസ്ക, ബാലചന്ദ്രന്റെ പോസ്റ്റിൽ ആഹ്ലാദിക്കുന്നവരാണ് ഇടതുപക്ഷത്തുള്ളവർ. ബാലചന്ദ്രന്റെ പോസ്റ്റിൽ ആഹ്ലാദിക്കുന്നവരാണ് ജിഹാദി ശക്തികൾ. അല്ലാന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയാണ് സാർ ഇവരെല്ലാവരും. ഒരു തരത്തിലും ആരും ശ്രീ ബാലചന്ദ്രന്റെ പോസ്റ്റിൽ ആഹ്ലാദിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. അങ്ങനെ ആഹ്ലാദിക്കുന്നവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും ചാപ്പ കുത്തണമെങ്കിൽ നിങ്ങൾ കുത്തിക്കോ, അതിലൊരു സംശയം വേണ്ട, നിങ്ങൾക്ക് കുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ചാപ്പ കുത്തിയാണല്ലോ ഇന്ത്യയെ ഈ വിഭജനത്തിന്റെ ഘട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ വീണ്ടും ഇന്ത്യയെ വിഭജിക്കുന്നതിന് വേണ്ടി ഇത്തരം രാഷ്ട്രീയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ബാലചന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടു, ആ പോസ്റ്റിനോടൊപ്പം നിൽക്കാൻ ഞങ്ങളെ ആരെയും കിട്ടില്ല. അല്ല, എന്താ തള്ളിപ്പറയാത്തത്? അയാളുടെ പാർട്ടിയല്ലേ തള്ളിപ്പറഞ്ഞത്? ഇവിടെ ഇടതുമുന്നണി സംവിധാനം ഉണ്ടല്ലോ, ഇടതുമുന്നണി നയിക്കുന്ന CPM ഉണ്ടല്ലോ. എന്തുകൊണ്ടാ ബാലചന്ദ്രനെ പരസ്യമായി തള്ളിപ്പറയാത്ത ഇവരുന്നു? അതിനുള്ള നട്ടല്, ആർജവം എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും ഇല്ലാതെ പോയത്? അത് പറ. ഞാൻ മനസ്സിലാക്കുന്നു CPIയുടെ MLA യും CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള അദ്ദേഹത്തെ തിരുത്തേണ്ട ബാധ്യത CPIക്കാണ്, CPM-നല്ല. മുന്നണി സംവിധാനം തിരുത്തിയാ പോരാ, പിടിച്ച് പുറത്താക്കണം സാർ. തൃശ്ശൂരുകാരെയാണ് അപമാനിച്ചിരിക്കുന്നത്. തൃശ്ശൂരിലെ പ്രബുദ്ധമായ ജനതയാണ് അപമാനിച്ചിരിക്കുന്നത് ഈ വൃത്തികെട്ട ജനപ്രതിനിധി. അല്ല, പോസ്റ്റ് പിൻവലിച്ചു, അദ്ദേഹം മാപ്പ് പറഞ്ഞു. സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള തെറ്റ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 52 മിനിറ്റ് കഴിഞ്ഞു, അതുകൊണ്ട് തീരുന്നില്ലല്ലോ. അല്ല, പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനെ സംബന്ധിച്ച് ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കത് വിവാദമാക്കി കത്തിച്ചു നിർത്തണം. നിങ്ങൾക്ക് ആ വികാരം സൃഷ്ടിച്ചെടുക്കണം. അഡ്വക്കേറ്റ് അസ്ക, കേസെടുക്കണം, ഇയാൾക്കെതിരെ കേസെടുക്കണം. ഇയാൾക്കെതിരെ കേസെടുക്കണം. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. കേരള പോലീസ് ആ കളമശ്ശേരി സ്ഫോടനം നടന്ന സമയത്ത് സ്ഫോടനം നടത്തിയവനെ ട്രോള് ചെയ്ത ഒരാളായിരുന്നു ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. എൻ്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. അതിൻ്റെ പുറകെ കയറി ഇറങ്ങി നടക്കുകയാണ്. ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പോയി. അത് കഴിഞ്ഞ് എൻ്റെ ഫോണ് കൊണ്ടുപോയി പോലീസ്. ഇയാൾക്കെതിരെ കേസെടുക്കണം. ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ, ഭൂരിപക്ഷ സമുദായത്തെ അപമാനിച്ചിരിക്കുകയാണ്, അവഹേളിച്ചിരിക്കുകയാണ്.
അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഭരണകൂടം കേസെടുക്കുന്നില്ല ബാലേന്ദ്രനെതിരെ? സ്വമേധയാ കേസെടുക്കണം, പോലീസ് കേസെടുക്കണം. നമ്പ്യാർ, നമ്മുടെ ആദികാവ്യങ്ങളുടെയും അതുപോലെ തന്നെ ഇതിഹാസങ്ങളുടെയും എന്റെ പ്രിയപ്പെട്ട അസ്കർ, പ്ലീസ് ഈ ചരിത്രത്തിലേക്ക് ഇങ്ങനെ പോവാതെ താങ്കൾ അല്ല, ഒരുപാട് രാമായണങ്ങൾ വായിക്കാനൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. നമ്മൾ ഈ വർത്തമാന കാലത്ത് നിന്ന് സംസാരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ്. താങ്കൾ ആ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ഈ ഇതിഹാസം അതൊക്കെ അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല, നമുക്കത് വേറൊരു ഘട്ടത്തിലാവാൻ ചർച്ച. അങ്ങനല്ല, നിങ്ങൾ ആദികാവ്യത്തെയും ഇതിഹാസങ്ങളെയും സമീപിക്കുന്ന രീതിയിലല്ല. കാരണം എന്തുകൊണ്ട് ഹിന്ദു സംസ്കാരത്തിന് ഇത്തരം ഇതിഹാസങ്ങളും ആദികാവ്യവും എങ്ങനെയൊക്കെ ആളുകൾ ഏതൊക്കെ വീക്ഷണകോണുകളിൽ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോ നിങ്ങൾ പറയുന്ന വീക്ഷണകോണിലൂടെ അല്ലാതെ ആദികാവ്യത്തെയും മഹാഭാരതത്തെയും സമീപിക്കാനാവില്ല എന്ന പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇന്ത്യയും ലോകവും നിൽക്കുന്നത്. നിങ്ങൾ പറയുന്നത് കണ്ണാടി വെച്ചു മാത്രമേ ഈ മഹാകാവ്യത്തെ കാണാൻ പാടുള്ളൂ, അതിലെ കഥാപാത്രങ്ങളെ കാണാൻ പാടുള്ളൂ, ശ്രീരാമനെ നോക്കി കാണാൻ പാടുള്ളൂ എന്നിടത്താണ്. അവിടെയാണ് നിങ്ങളുടെ പിശക്. നിങ്ങൾ ഈ കാവ്യം ഉത്ഭവിച്ചത് എങ്ങനെയെന്ന് തിരിച്ചറിയുന്നില്ല. അരുത് എന്ന വാക്കിലാണ് ആ കാവ്യം ആരംഭിക്കുന്നത്. ആ കാവ്യം എഴുതപ്പെട്ടിരിക്കുന്നത് രത്നാകരൻ എന്ന് പറയുന്ന. ഇതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണോ ബാലചന്ദ്രൻ പൊറോട്ടയും ഇറച്ചിയൊക്കെ പരാമർശിച്ചുകൊണ്ട് പുസ്തകക്കിയത് ആണോ? അങ്ങനെയല്ല. അനിൽ നമ്പ്യാർ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ബാലചന്ദ്രന്റെ പോസ്റ്റ് ഒരു തരത്തിലും നീതീകരിക്കാനാവുന്നതല്ല. പക്ഷെ അങ്ങ് ഈ കുട്ടിക്കൃഷ്ണമാരാർ ഇന്ന് ജീവിക്കാതിരുന്നത് ഏതോ മഹാഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. കുട്ടിക്കൃഷ്ണമാരാർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ കുട്ടിക്കൃഷ്ണമാരാരെയും നിങ്ങൾ ഇങ്ങനെ ചർച്ചയിൽ വിചാരണ ചെയ്യുമായിരുന്നു. അതാണ് എന്റെ വിചാരണ ചെയ്യപ്പെടേണ്ടവരാണെങ്കിൽ വിചാരണ ചെയ്തിരിക്കും, ഒരു സംശയമില്ല. ഏത് കൊമ്പത്തുള്ളവനാണെങ്കിലും ചോദിക്കേണ്ടത് ചോദിക്കും, അതിൽ ഒരു സംശയമില്ല. അഡ്വക്കേറ്റ് അസ്കർ.